സ്വർണ്ണപ്പാളി വിഷയത്തിൽ വൻ അട്ടിമറി. സ്വർണ്ണപ്പാളി 2019 അഴിച്ചെടുത്തതാണെന്ന് മുൻ തിരുവാഭരണ കമ്മീഷണർ RG രാധാകൃഷ്ണൻ വെളിപ്പെടുത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് ചെന്നൈയിൽ എത്തിച്ചത് 1 മാസം കഴിഞ്ഞാണെന്നും മുൻ കമ്മീഷണർ RG രാധാകൃഷ്ണൻ ജനം ടിവിയോട് പറഞ്ഞു. അതേസമയം ശബരിമല ശില്പ വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും വാസുദേവനെയും വീണ്ടും ചോദ്യം ചെയ്യും. 2019 ശബരിമല ദ്വാരപാലക ശില്പത്തിലെ ചെമ്പുപാളി സ്വർണം പൂശാൻ കൊണ്ടുപോയിട്ട് 1 മാസത്തോളം ഉണ്ണികൃഷ്ണൻ പോറ്റി കൈവശം വെച്ചിരുന്നുവെന്ന് പറയുകയാണ് മുൻ തിരുവാഭരണ കമ്മീഷണർ RG രാധാകൃഷ്ണൻ. ദേവസ്വം ബോർഡിന്റെ നിയമങ്ങൾ കാറ്റിൽ പറത്തി ഉണ്ണികൃഷ്ണന്റെ കൈവശം കൊടുക്കണമെന്ന് അന്നത്തെ ഭരണസമിതി ഉത്തരവിട്ടതായും രാധാകൃഷ്ണൻ പറയുന്നുണ്ട്. താൻ ചുമതലയേറ്റ ശേഷം നടന്ന സ്വർണം പൂശലിന്റെ വിശദാംശങ്ങൾ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ദേവസ്വം വിജിലൻസിനോട് അറിയിച്ചിട്ടുണ്ടെന്നും താൻ ചുമതലയേൽക്കുന്നതിന് 1 മാസം മുന്നേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അപേക്ഷയിൽ ദ്വാരപാലക ശില്പത്തിന് സ്വർണം പൂശുന്നതിന് ബോർഡ് അനുവാദം കൊടുത്തിരുന്നുവെന്നും മുൻ തിരുവാഭരണ കമ്മീഷണർ RG രാധാകൃഷ്ണൻ. പാളികൾ ഇളക്കിക്കൊണ്ടുപോയി എന്ന് പറയുന്നത് 2019 ജൂലൈ 19-നും 20-നുമാണ് ശബരിമലയിൽ നിന്ന് ഇത് ഇളക്കിക്കൊണ്ടുപോയത്. അതിന് പ്രത്യേകമായിട്ടൊരു ഓർഡർ ദേവസ്വം ബോർഡ് കൊടുത്തിരുന്നു. 5/7/2019 ബോർഡിൻ്റെ ഒരു ഓർഡറാണ്. ആ ഓർഡറും പ്രകാരമാണ് ഈ നടപടിക്രമങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു ഓർഡറിനകത്ത് പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാളികൾ, ചെമ്പ് പാളികൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ചെമ്പ് പാളികൾ ഇളക്കിയെടുത്ത് അതിനെ തൂക്കം നോക്കി അത് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ ഒരാളിൻ്റെ അപേക്ഷയിന്മേലാണ് എക്സിക്യൂട്ടീവ് ഓഫീസറെ റിപ്പോർട്ട് വരുത്തി ബോർഡ് ഈ ഓർഡർ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് തൂക്കി നോക്കി നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കാനാണ് ആ ഓർഡറിനകത്ത് പറയുന്നത്. ഉത്തരവിൽ ദ്വാരപാലക ശില്പത്തിലെ ചെമ്പുപാളികൾ ഇളക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഏൽപ്പിക്കണമെന്നും പറഞ്ഞിരുന്നു. സ്വർണം പൂശുന്ന സമയത്ത് തിരുവാഭരണം കമ്മീഷണറുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. സംഭവത്തിൽ കൃത്യമായ അന്വേഷണം വേണമെന്നും RG രാധാകൃഷ്ണൻ. അപ്പോൾ അയാൾ ഒരു തേർഡ് പാർട്ടിയാണ്. അയാൾ നമ്മുടെ വേറെ ഒന്നുമില്ല. അയാൾ സാധാരണ ഒരു ഭക്തനെ പോലെ ഒരു ഭക്തൻ. അയാൾ വന്ന് ഒരു അപേക്ഷ കൊടുത്ത് ഇത് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇളക്കി ഇവർ ആ സാധനം പുള്ളിയെ 19-20 തീയതികളിലായിട്ട് ഏൽപ്പിക്കുന്നു. ഇത്ര ഗ്രാം സ്വർണം നമ്മൾ ക്ഷേത്രത്തിൽ കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തൂക്കി, ബില്ലുണ്ടെങ്കിൽ ബില്ല് വാങ്ങിച്ച്, കടയുടെ ബില്ല് വാങ്ങിച്ച് അത് തൂക്കി നോക്കി ബോധ്യപ്പെട്ട് രജിസ്റ്ററിൽ എൻട്രി ചെയ്ത് ഇനിഷ്യൽ ചെയ്തിരിക്കണം, അറ്റസ്റ്റ് ചെയ്തിരിക്കണം, എക്സിക്യൂട്ടീവ് ഓഫീസർ ചെയ്തിരിക്കണം, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്താലും മതിയായിരുന്നു. ചെയ്തിട്ടില്ലെങ്കിൽ ഗുരുതരമായ വീഴ്ചയാണ്. അതിലൂടെ ഇതിനെന്തെങ്കിലും ഒരു പഴുത് കിട്ടിക്കാണണം. അതേസമയം ശബരിമല ശില്പവിവാദത്തിൽ വീണ്ടും നടപടികൾ തുടരുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും വാസുദേവനെയും വീണ്ടും ചോദ്യം ചെയ്യും. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ദേവസ്വം ബോർഡ് വീണ്ടും രംഗത്തെത്തി. ദുരൂഹ വ്യക്തിത്വമെന്നും പശ്ചാത്തലം അന്വേഷിക്കണമെന്നും ആവശ്യം ശക്തമാക്കിയിട്ടുണ്ട്. സമഗ്ര അന്വേഷണം ആവശ്യപ്പെടുന്നതോടൊപ്പം ഹൈക്കോടതിയെ സമീപിക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. ജനം, തിരുവനന്തപുരം.